നമ്മുടെ റമദാൻ ഒരുക്കങ്ങളുടെ അടുത്ത ഭാഗമാണ് കേട്ടോ. ചൂലക്കെടുത്ത് വന്നപ്പോഴേക്കും ഒരാളിവിടെ സൗന്ദര്യ സംരക്ഷണത്തിലാണ്. കൈയോട് ഞാൻ ചൂലങ്ങൾ കൈമാറിയിട്ടുണ്ട്. ബെഡ് നമ്മൾ ആദ്യമേ വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാക്കത ഇവിടെ മാറാലേക്ക് അടിച്ചു വരുന്നുണ്ട്. പിന്നാലെ ഞാൻ കർട്ടനൊക്കെ വാഷ് ചെയ്യാനിട്ടു. ജനലേക്ക് തൂത്തങ്ങോട്ട് തുടച്ചു വെച്ചു. ഈ ഒരു റൂമിലെ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇവിടെ പെർത്തില്ല എന്നുള്ളതാണ്. സ്റ്റോറേജിന് ഈ ഒരു അലമാര് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ പുറത്തുനിന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഫാനൊക്കെ ഇക്കാതെ തുടച്ചു തന്നു കേട്ടോ. മുകളിൽ നിന്ന് അടിച്ചിട്ട് മാറാലയുടെ പൊടികളൊക്കെ നല്ല രീതിയിൽ കട്ടിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കട്ടിലിന് നിവർത്തിയിട്ടും കിടത്തിയിട്ടും അതുപോലെ ചെരിച്ചിട്ടൊക്കെയാണ് ഇന്ന് തുടച്ചെടുത്തേക്കുന്നത്. ഈ ഒരു റൂമിൽ കാര്യമായ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് അതുകൊണ്ട് ഇവിടുത്തെ പണി അങ്ങോട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. ഉമ്മിച്ചിയും അപ്പച്ചി യൂസ് ചെയ്യുന്ന റൂമായതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. പിന്നെ പണി എളുപ്പാക്കാനായിട്ട് ഞാനും മിക്കാക്കി കൂടിയാണല്ലോ ചെയ്യുന്നത്. ഒരാളൊന്ന് ചെയ്യുമ്പോഴേക്കും അടുത്ത ആൾ അടുത്തത് ചെയ്യും. പിന്നെ എന്തായാലും ഡീപ് ക്ലീനിങ് ആണല്ലോ. അപ്പൊ ഒരു റീഅറേഞ്ചിങ് കൂടി ആവാന്ന് ഓർത്തു. നമ്മുടെ റൂമുകളിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആയിട്ടേക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, കട്ടില്, അലമാര, അതിന്റെയൊക്കെ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വലിയ ചേഞ്ച് വന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അങ്ങനെ സാധനങ്ങളുടെ അറേഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നാലെ ഞാൻ തൂക്കലും തുടക്കലും കഴിഞ്ഞിട്ടോ. പിന്നെ ഈ ഒരു റൂം വലിയ കാര്യമായിട്ട് ആരും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ വലിയ പൊടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ ജനലൊക്കെ തുടച്ചപ്പോഴേക്കും ഇക്കാക്ക ഫാനും പിന്നെ ഈ ഒരു റൂമിൽ ബെർത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ ബെർത്തിന്റെ മോളിൽ നിന്നൊക്കെ ഇക്കാതെ നല്ല രീതിയിൽ നന്നെ തുണി കൊണ്ട് തന്നെ ഇങ്ങനെ തുടച്ചെടുത്തു കേട്ടോ. അപ്പൊ കാര്യമായ പൊടിയൊന്നും താഴേക്ക് വീണിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി ഈ ഒരു റൂമിലെ സാധനങ്ങളുടെയൊക്കെ പൊസിഷൻ ഒരു ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ റൂമിന്റെ ലുക്ക് വരുന്നത്. ഞാൻ പോയി കുളിച്ച് നനച്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഉമ്മച്ചിയുടെ വാപ്പച്ചിയുടെ റൂമിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബാക്കി റമദാൻ ക്ലീനിങ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാവേ. ബൈ.